വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. ഞാൻ ഇന്നലെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കിന് തന്നിരുന്നു. എൻ്റെ ആൻസർ ഞാൻ ലാസ്റ്റ് പറയാം. അതിനോടൊപ്പം ഒരു ക്വസ്റ്റ്യനും ഞാൻ തരാം. ഇന്ന് നമുക്ക് +1 സെറ്റ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആ 2 ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആണ്. അതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ഫോർമുലാസും കൂടെ അങ്ങ് എഴുതി പോകാം. നമുക്ക് ചാപ്റ്റർ വൈസായിട്ട് ഞാൻ ഒക്കുന്നെങ്കിൽ രാവിലെയും വൈകിട്ടുമായിട്ട് വീഡിയോ ഇടാം. രാവിലെ കറണ്ടൊന്നും ഇല്ലായിരുന്നു, മഴയായതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. അങ്ങനെ 2 ചാപ്റ്റർ വെച്ച് മാക്സിമം കവർ ചെയ്യാം. കുറേ ഞാൻ ചാപ്റ്റർ വൈസായിട്ട് വേറെ ഇട്ടിട്ടുമുണ്ട്. നിങ്ങൾ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് കാണണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് വരെ നിങ്ങൾ കാണണം. പിന്നെ എല്ലാവരോടും എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയി. വാച്ച് അവർ കുറവാണെങ്കിൽ 3 സബ്സ്ക്രൈബേഴ്സായി. എല്ലാവരോടും ഒത്തിരി താങ്ക്സ്. എല്ലാവരും നന്നായി സഹകരിച്ചു. കുട്ടികളെല്ലാവരോടും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും നന്ദി, താങ്ക് യു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെറ്റിൽ നമുക്കറിയാം, ഇപ്പം കുറേ ഫോർമുലാസ് സെറ്റ് എല്ലാവർക്കും അറിയാവുന്ന ചാപ്റ്ററാണ്. എന്നാലും നമ്പർ ഓഫ് എ യൂണിയൻ ബി, നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വേറെ ഒരു ഫോർമുലയും ഉണ്ട്. നമ്പർ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ മൈനസ് ബി പ്ലസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് എ. ഇപ്പോൾ യൂണിയൻ ഇത് ഇൻ്റർസെക്ഷൻ, ദിസ് ഈസ് എ മൈനസ് ബി, ദിസ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി, ദിസ് ഈസ് ബി മൈനസ് എ അല്ലേ. ഇത് 3 സെപ്പറേറ്റ് നമ്മളിങ്ങനെ ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് എ യൂണിയൻ ബി കിട്ടും. എയും ബിയും ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ നമുക്കറിയാമല്ലോ, എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻ്റ്, ദെൻ നമ്പർ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി. ഡിസ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ്, നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0. നമുക്കതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇഫ് നമ്പർ ഓഫ് എ ഈസ് ഈക്വൽ ടു 1000, നമ്പർ ഓഫ് ബി 500, number of A union B, P, number of A intersection B greater than or equal to 1. Then നമുക്കിവിടെ പി ഇൻ്റർവെൽ പോലെയാണ് തന്നിരിക്കുന്നത്. ഇൻ്റർവെൽ അല്ല, ഇങ്ങനെ 1000 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1500, ആ ഒരു മോഡലിലാണ് ആൻസർ. നമുക്കറിയാം, ബി എയുടെ സബ്സെറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് എ യൂണിയൻ ബി മാക്സിമം എന്ത് വരാം? മിനിമം എന്ത് വരാം? 1000 വരെ വരാം. ഇനി അതല്ല എയും ബി ഡിസ്ജോയിൻറ്റ് സെറ്റ് ആണെങ്കിലോ, രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1500 വരാം അല്ലേ. ഇനി കോമൺ ഉണ്ടെങ്കിൽ വേറെ നമ്പർ വരാം. അപ്പോൾ ഇവിടെ എന്തായാലും ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പം നമുക്ക് 1500 എന്തായാലും വരത്തില്ല. നമുക്ക് നോക്കാം. നമ്പർ ഓഫ് എ യൂണിയൻ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു പി. ഞാൻ ഫോർമുല എഴുതിയില്ല മുമ്പേ. പി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 1500 മൈനസ് പി, which is greater than or equal to 1. So minus p less than or equal to 1 minus this. So p less than or equal to -1 വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. പിയുടെ മാക്സിമം വാല്യൂ ഏത് വരെ വരാം? 1499. ഇനി ഞാൻ പറഞ്ഞു ഡിഫറൻസ്, ഇപ്പോൾ ബി എയുടെ സബ്സെറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ഏത് വരെ വരത്തുള്ളൂ? 1000 വരെ അല്ലേ. അപ്പം മിനിമം വാല്യൂ ഓഫ് എ യൂണിയൻ ബി എന്ത് വരാം? 1000. So
P lies between 1000 and this. ഇതാണ് ആൻസർ. 1000 less than or equal to P less than or equal to 1499. n എലിമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റ്സ് വരാം? 2n. നമുക്ക് സബ്സെറ്റിനെ വെച്ചിട്ടൊന്ന് നോക്കാം. ലെറ്റ് s is equal to 1, 2, etc. 10. The number of subsets of S containing only odd numbers is number of subsets of a set with n elements എന്താ? 2n. പ്രോപ്പർ സബ്സെറ്റ്സ് എത്രയാണ്? 2n മൈനസ് 1. അപ്പോൾ ഇവിടെ 1, 3, 5, 7, 9 ഇത്രയും ഓഡ് നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് 5 എലിമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റ്സ് വരാം? 2^5 32. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എസ് കണ്ടെയ്നിങ് ഓൺലി ഓഡ് നമ്പേഴ്സ്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഓർക്കണം, നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എനി സെറ്റ്. സെറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് എനി സെറ്റ്. അപ്പോൾ അവിടെ നൾ സെറ്റിനകത്ത് ഓഡ് നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ആ നൾ സെറ്റിനെ അങ്ങ് മാറ്റണം. നമുക്കിവിടെ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും? 232 മൈനസ് 1 31. നമ്പർ ഓഫ് എ മൈനസ് ബി കാണാൻ നമുക്ക് ഇവിടെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? എ ആണല്ലേ. നമ്പർ ഓഫ് എ മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതുപോലെ ബി മൈനസ് എ ആണ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇഫ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ, ദെൻ ബി ഡാഷ് മൈനസ് എ ഡാഷ് ഇത് വരും എ മൈനസ് ബി. അതൊരു റിസൾട്ടാണ്. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡി മോർഗൻസ് ലോ നിങ്ങൾക്കറിയാമല്ലോ, എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് എന്താ? എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. യൂണിയൻ വരുമ്പോൾ ഇവിടെ ഇൻ്റർസെക്ഷൻ വരുമ്പോൾ സെറ്റ് പൊതുവെ എല്ലാ കുട്ടികൾക്കും അറിയാം. എങ്കിലും ഞാനൊന്ന് ചാപ്റ്റർ വൈസ് ആയിട്ട് 1-2 സ്റ്റുഡൻസ് പറഞ്ഞിരുന്നു ഇങ്ങനെ അതുകൊണ്ട് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. 2 ചാപ്റ്റർ വെച്ച് കവർ ചെയ്യാം മാക്സിമം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. Question number 3. Number of A is equal to 24. Number of elements in A 24. Number of A intersection B 8. Number of universal set 63. Find number of A dash union B dash. നമുക്ക് ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യാമല്ലോ. എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്താ? എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ്. എ ഇൻ്റർസെക്ഷൻ ബി എത്രയാണ്? 8. നമ്പർ ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് യു മൈനസ് നമ്പർ ഓഫ് എ. നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് നമ്പർ ഓഫ് യു മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. 63 മൈനസ് 8.
55. നമുക്ക് സെറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമുക്ക് റിലേഷൻ ആൻഡ് ഫങ്ഷൻസിലോട്ട് പോകാം. റിലേഷൻ ഫ്രം എ ടു ബി എന്താ? റിലേഷൻ ഫ്രം എ ടു ബി ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അതുകൊണ്ടാണ് നമ്പർ ഓഫ് എ 3 ആണ്, നമ്പർ ഓഫ് ബി 4 ആണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് എന്ത് വരും? നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി എന്താ? 3 × 4 12, m × n. നമ്പർ ഓഫ് റിലേഷൻസ് എന്ത് വരും? 2^12. 2^12. നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി, നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ എ ഇൻറ്റു നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ ബി. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ആണെങ്കിൽ 2^3 × 4. അടുത്തത് റിലേഷൻ ഫങ്ഷൻസ് എന്ന് ചോദിക്കാൻ പീരീഡ് ഓഫ് എഫ് എക്സ്, ഡൊമെയിൻ ആൻഡ് റേഞ്ച് അതൊക്കെ കൂടുതൽ ചോദിക്കാം. പിന്നെ എഫ് എക്സ് ഇങ്ങനെ തന്നിട്ട് ഏതെങ്കിലും അതിനെ ബേസ് ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ അങ്ങനെ വേറെ മാറ്റിയൊക്കെ ചോദിക്കാം. 1-2 മോഡലിൽ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് f of x 7 - x p 3 - x. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ എൻ പി ആർ എന്ന് പറയുമ്പോൾ ആറിൻ്റെ വാല്യൂ മാക്സിമം ഏത് വരെ വരുള്ളൂ? എൻ. അതേപോലെ ആർ >= 0 ആയിരിക്കും, >= n ആയിരിക്കും. മാക്സിമം n വരെ വരാം, >= 0. ഇവിടെ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എന്ത് എഴുതാം? 3 - x > 0. 3 > x അല്ലെങ്കിൽ x <= 3. 3 > x. x <= 3. 7 - x. 3 - x <= 7 - x. -x. ഓ സോറി 3 - x എന്ന് എഴുതി. x - 3 ആയിരുന്നു. സോറി. 7 - x px - 3 ആയിരുന്നു ഫസ്റ്റ്. x - 3 > 0, x <= 3. x - 3 <= 7 - x. 2x <= 10, x <= 5. 3 <= x, that x <= 5. കമ്പൈൻ ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഏതൊക്കെ വരാം? 3, 4, 5. നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ അല്ല, റേഞ്ചാണ് വേണ്ടത് അല്ലേ? ഇവിടെ x 3 കൊടുക്കുമ്പോൾ നമുക്ക് എഫ് ഓഫ് 3 എന്ത് വരും? 7 - 3 4. 4p 0 എന്താ? 1. 4 കൊടുക്കുമ്പോൾ 7 - 4 3. 1. 3p1 3 factorial by 2 factorial. 3 × 2 × 6 3 കിട്ടും 3. 6/2 3. ഇനി അടുത്തത് എഫ് ഓഫ് 5. 7 - 5 2. 5 - 3 2. 2p2 എത്ര കിട്ടും? 2 factorial by 0 factorial. സോറി, അപ്പം 0 factorial നമ്മൾ 1 ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ? 2 factorial 1 × 2 2. So range is equal to 1 2 3.
Question number 4. Find the range of f of x 1/2 minus cos x, cos 3x. cos 3x is. നമുക്ക് റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എഫ് എക്സിന് എന്ത് കൊടുക്കാം? y. y ഈസ് ഈക്വൽ ടു 2y മൈനസ് y cos 3x is equal to 1. So cos 3x is equal to 2y minus 1 divided by y. ആദ്യം നമ്മൾ എഫ് എക്സിന് y കൊടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് ഉള്ള ടേം ഒരു സൈഡിൽ. ഈ കോസ് റൈറ്റ് സൈഡ് കൊണ്ടുപോകണം. 3x is equal to cos inverse 2y minus 1 by y. So x is equal to 1/3 into cos inverse x sin inverse x. അതിൻ്റെ ഡൊമെയിൻ എന്താ? -1 to 1. ഇവിടെ -1 less than or equal to 2y minus 1 by y less than or equal to 1. നമുക്ക് മൾട്ടിപ്ലൈ 8 ടൈം ബൈ y. ഫസ്റ്റ് നോക്ക്, ഫസ്റ്റ് സെക്കൻഡ് ആണ് എന്തൊരു -3y. സോ y ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3. ഇനി സെക്കൻഡും തേർഡും നോക്കുകയാണെങ്കിൽ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ റേഞ്ച് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 1/3, 1. 1/3 answer is 1/3, 1. നമുക്ക് ഇങ്ങനെ കോസ് ഇൻവേഴ്സ് അല്ല സൈൻ ഇൻവേഴ്സ് ആയാലും ഇത് ഏത് മുതൽ ഏത് വരെ വരുള്ളൂ? -1 മുതൽ 1 വരെ ഡൊമെയിൻ. Question number 6. When x greater than or equal to 2, then function f of x 2 into mod x minus 2 minus mod x plus 1 plus x is reduced to mod x is equal to x when x greater than or equal to 0 minus x when x less than 0 അല്ലേ? -3 ആണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ 3. ആ 3 എങ്ങനെ കിട്ടുന്നത്? -3 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മോഡ് എക്സ് എഴുതുമ്പോൾ മോഡിനെ കുറിച്ച് ഒരു കാര്യം കൂടെ നിങ്ങൾ എഴുതിക്കുക. അപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്നാണെങ്കിൽ -a ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പോസിറ്റീവ് എ. ഇനി അതല്ല മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആണെങ്കിൽ എക്സ് എലമെൻറ്റ് -∞ ടു -a യൂണിയൻ a ടു ഇൻഫിനിറ്റി. ഒരു റിസൾട്ടാണത്. ഇവിടെ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്നാണെങ്കിൽ
X element open interval minus infinity to minus a closed union closed a positive a to infinity. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെങ്കിൽ മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ഇത് മോഡുലസ് ഫംഗ്ഷൻ്റെ ഒരു റിസൾട്ടാണ്. നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? പോസിറ്റീവ് വരും അല്ലേ? ഇപ്പോൾ 2 എന്നാൽ 0 വരും, 3 ആണെങ്കിൽ പോസിറ്റീവ്, 4 ഇങ്ങനെ. പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് ആ ഫസ്റ്റിന് ഒരു ചേഞ്ചും വരുന്നില്ല, അത് അതേപോലെ എഴുതുക. ഇവിടെ നിന്നുള്ള 2 കൊടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് എക്സ് പ്ലസ് 1, 3, 4 എല്ലാം കൊടുത്താൽ ഈ എക്സ് പ്ലസ് 1 എന്താ വരുന്നത്? പോസിറ്റീവ്. അബ്സല്യൂട്ട് വാല്യൂ എന്താ? അത് തന്നെ വരും, മൈനസ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് നമുക്കതുപോലെ തന്നെ എഴുതാം. 2x minus 4 minus x minus 1 plus x. 2x minus 5. അതുപോലെ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അറിയാമല്ലോ. ഈവൻ ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്തായിരിക്കണം? എഫ് എക്സ് തന്നെയായിരിക്കണം. ഓഡാണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് എക്സ് ആയിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 7. എഫ് ഓഫ് എൻ സ്ക്വയർ എഫ് ഓഫ് എൻ പ്ലസ് 6 ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഫൈൻഡ് f of 256. f of 2 8 ഇത്രയും തന്നിട്ടുണ്ട്. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, f of 2 8. ഫൈൻഡ് f of 256. f of 4 എന്ത് വരും? n-ന് 2 കൊടുത്താൽ 2 സ്ക്വയർ. f of 2 പ്ലസ് 6. f of 2 ഇവിടെ എത്രയാണ്? 8. 8 പ്ലസ് 6 14. 16. 4ൻ്റെ ഡബിൾ എഴുതാം. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഇവിടെ വരും. എഫ് ഓഫ് 4 എത്രയാണ്? 14. 14 പ്ലസ് 6 20. 16ൻ്റെ സ്ക്വയർ എത്ര വരും? 256. എഫ് ഓഫ് 16 പ്ലസ് 6 20 പ്ലസ് 6 26. നമ്മളിതിൽ എന്നിന് ആദ്യം 2 കൊടുക്കുക. എഫ് ഓഫ് 4 കിട്ടും. 4ൻ്റെ സ്ക്വയർ 16. 16 സ്ക്വയർ 256. Find the minimum value of f of x mod 3 minus 6 plus 7. മോഡുലസ് ഫംഗ്ഷന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ മോഡ് എക്സ് എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇപ്പോൾ എക്സിന് നമ്മളോട് 3 ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താ? മിനിമം വാല്യൂ എന്താ? 0 അല്ലേ? 3 മൈനസ് 3 0 അങ്ങനെ പോകും. 0 പ്ലസ് 7 എന്തായിരിക്കും മിനിമം വാല്യൂ? 7. mod x greater than or equal to 0. mod x minus 3. Therefore minimum value is equal to 0 plus 7, 7. Question number 9. The period of the function f of x f of theta 4 plus
4 sin cube theta മൈനസ് 3 sin theta. sin 3 തീറ്റയുടെ ഫോർമുല എന്താ? 3 sin theta മൈനസ് 4 sin cube theta. നമുക്ക് മൈനസ് ഔട്ട് സൈഡ് എടുക്കാം. ആൻസറാണ്. എഫ് ഓഫ് തീറ്റ എന്ത് വരും? 4 മൈനസ് sin 3 തീറ്റ. sin തീറ്റയുടെ പീരീഡ് എന്താണ്? 2π. സോ 2π ഡിവൈഡഡ് ബൈ sin ax ആണെങ്കിൽ എന്ത് വരും? 2π ബൈ അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എ. ഇവിടെ തീറ്റയുടെ കോഎഫിഷ്യൻ്റ് എന്താണ്? 3. നെഗറ്റീവ് ആയിരുന്നാലും അവിടെ പോസിറ്റീവ് 3 എഴുതിയാൽ മതി. 2π ബൈ 3. Period of sin ax is 2π by absolute value a. മൈനസ് 3x എന്നാണെങ്കിൽ 2π ബൈ 3. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോയിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ ഹോംവർക്കിന്. ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് റൂട്ട് ഓഫ് ലോഗ് 6x മൈനസ് 6² ബൈ 8 ടു ദ ബേസ് 10. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 2, 4. ക്ലോസ്ഡ് ഇൻ്റർവൽ 2, 4 ആയിരുന്നു. ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ കഴിഞ്ഞ വീഡിയോയിലെ ആൻസറാണിത്. 2, 4 ആയിരുന്നു കേട്ടോ. ഓപ്ഷൻ സി. ഒരു കുട്ടി കമൻറ്റ് ചെയ്തിരുന്നു. ആൻസർ കറക്റ്റാണ്. ഇന്ന് നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. The period of the function f of x tan 4x minus 1 is option A pi, option B pi by 2, option C pi by 4, option D 2π, option E 3π by 4. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഈവനിങ് നെക്സ്റ്റ് 2 ചാപ്റ്റേഴ്സ് വീഡിയോ ഇടും, അല്ലെങ്കിൽ നാളെ രാവിലെ ഇടും. മാക്സിമം ട്രൈ ചെയ്യാം. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.